കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്നറിയാം. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി 19 വർഷങ്ങൾക്ക് ശേഷം വിധി പ്രസ്താവിക്കുന്നത്. കേസിൽ 9 BJP RSS പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഫെലിക്സ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. ഫെലിക്സ്, 19 വർഷമായി വിധി കാത്തു കഴിയുകയാണ് ഒരു കുടുംബം. 2 വർഷം മുൻപാണ് റിജിത്തിന്റെ അച്ഛൻ മരിച്ചത്. ഇപ്പോൾ എന്തായാലും ആ ഒരു അമ്മ നീതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 19 വർഷങ്ങൾക്ക് ശേഷം വിധി വരുമ്പോൾ ഏറ്റവും കനത്ത ശിക്ഷ തന്നെ അവർക്ക് കിട്ടണമെന്നാണ് ആ ഒരു കുടുംബം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ എപ്പോഴായിരിക്കും വിധി പ്രസ്താവിക്കുക? മറ്റു വിശദാംശങ്ങൾ എന്താണ്? കേസിന്റെ ഇതുവരെയുള്ള നാൾ വഴികൾ കൂടി. 11 മണിയോടെ കൂടി ഈ കേസിൽ തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയും. കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രതികൾ RSS BJP പ്രവർത്തകരാണ് പ്രതികൾ. അതിൽ 9 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ശിക്ഷാവിധിക്കായി നമ്മൾ കാത്തിരിക്കുന്നത്. അതായത് 19 വർഷം, നീണ്ട 19 വർഷമാണ് ഒരു കൊലക്കേസിൽ വിധി പറയാൻ പോകുന്നത്. അത്രയും നാളെ നീണ്ട ഒരു കാത്തിരിപ്പാണ് എന്നതാണ്. ഇപ്പോൾ റിജിത്ത്, ഈ കൊല്ലപ്പെട്ട റിജിത്തിൻ്റെ അമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജാനകി അമ്മ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കാൻ പോവുകയാണ്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ശിക്ഷ എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ കഴുത്തിനെ അവർ കത്തിവെച്ചത്, അതിന് അവരെ കുരലിന് കയറി കൊടുക്കണം. അതാണ് എനിക്ക് വേണ്ടത്. ഞാൻ എത്ര വേദനിച്ചോ, എൻ്റെ കണ്ണിൻ്റെ അത്ര പോയിഞ്ഞോ, അതുപോലെ അവരെ അമ്മമാരെയും കണ്ണിന് പോയിണോ. എല്ലാവരും അമ്മമാരും ലോകത്ത് മക്കളെ പ്രസവിക്കുകയും വളർത്തുകയും ചെയ്യുന്നു. ഒരമ്മമാർക്ക് ഈ ഗതി കയറാൻ പാടില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോരുത്തർ വ്യക്തി ഇതാണ്. അതിൽ കൊലയും കൊല്ലാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. 19 വർഷവും 3 മാസവും ഞങ്ങൾ കാത്തിരുന്നു മകൻ്റെ വിധി അറിയാൻ വേണ്ടി. ഈ കഴിഞ്ഞ 4-ാം തീയതിയാണ് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായത്. ഇതിൽ 10 പേരും ഒരാൾ മരണപ്പെട്ടെന്ന് അറിഞ്ഞു. ബാക്കി 9 പേരും കുറ്റക്കാരെന്ന് കണ്ടെത്തി. ഇന്നവരെ ശിക്ഷ വിധിക്കുകയെന്ന്. ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് എനിക്ക് പറയുന്നില്ല. അതിനുവേണ്ടി പ്രവർത്തിച്ച എൻ്റെ പാർട്ടിക്കാരോടും എൻ്റെ സുഹൃത്തുക്കളോടും അവരെ നാട്ടുകാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അതിനുവേണ്ടി വാദിച്ച അഡ്വക്കറ്റോടും ന്യായം വിധിച്ച ന്യായാധിപനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതായത് ഈ പരമാവധി ശിക്ഷ തൂക്കുകയറ് കൊടുക്കണമെന്നതാണ്. അത് തന്നെ എൻ്റെ ആവശ്യം. ചില എൻ്റെ മോൻ്റെ കഴുത്തിനെയാണ് കത്തിവെച്ചതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു കൊത്തിനെ എന്നെ തീർന്നെന്നും പറയുന്നത് കേട്ടു. അതുപോലെ തന്നെ കയറ് കുടുക്കി ആ ജീവൻ പടയണം. എന്നാൽ മാത്രമേ എൻ്റെ മനസ്സിൻ്റെ പടച്ചിൽ അല്പമെങ്കിലും ആശ്വാസമാവുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ 19 വർഷം കാത്തിരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അത് നീണ്ട വർഷം തന്നെയല്ലേ. അതിൽ 17 വർഷം അവൻ്റെ അച്ഛൻ കാത്തിരുന്നു. ഞാനൊന്നും പുറത്തിറങ്ങാറില്ല. ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങാറില്ല. ഇവരെ കൂടെയല്ല എപ്പോഴും നടക്കുകയും ചോദിക്കുകയും പറയുകയും എല്ലാം ചെയ്യും. അപ്പോൾ ഞാനത് കേൾക്കുമെന്നല്ലാണ്ട് ഞാൻ മറുപടി ചോദിക്കാറില്ല. കാരണം എനിക്ക് ചോദിക്കാനുള്ള ശക്തി അന്നും ഇന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊന്നും ചോദിക്കാത്തത്. അപ്പോൾ 17 വർഷം കാത്തിരുന്നിട്ടാണ് അവൻ്റെ അച്ഛൻ മരിച്ചത്. അതിനിപ്പം 2 വർഷവും 3 മാസവും എത്താൻ പോകുന്നു. അപ്പോഴാണ് ഈ വിധി വരുന്നത്. അതുകൊണ്ട് അവൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന്, സന്തോഷിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും റിജിത്തിനെ ഓർത്ത് ജീവിക്കുകയാണല്ലേ? എല്ലാ ദിവസവും ഇത് തന്നെയാണ്. എല്ലാ ദിവസവും അവൻ്റെ ഓർമ്മയിൽ ജീവിച്ച് വരുന്ന ഒരു അമ്മയാണ് ഞാൻ. ഒരമ്മക്കും ഈ ഗതി കയറാൻ പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മക്കളും മരണത്തിന് ഇടയാകാൻ പാടില്ല. കൊലയും നടത്താൻ പാടില്ല. അതിന് കത്തി ആദ്യം താഴെ വെക്കുക. എല്ലാവരും ഒരുപോലെ ഓരോരുത്തർ പാർട്ടിക്കനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത്. എന്തിനീ കൊലയും നടത്തുന്നത്? ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒരമ്മമാരും കണ്ണ് നനയാൻ പാടില്ല. ഒരമ്മമാർക്കും ഒരു മകനും നഷ്ടപ്പെടാൻ പാടില്ല. 25 വയസ്സേ ആയിട്ടുള്ളൂ. നാട്ടുകാർക്കും പാർട്ടിക്കാർക്കും എല്ലാം അവന് നല്ലൊരു വ്യക്തിയാണെന്ന് എനിക്ക് അറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞ. വീട്ടിലും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുണ്ടാവും. ഏട്ടനേക്കാളും ഏച്ചിയേക്കാളും അവനാണ് മുന്നിലുണ്ടാവുക, പ്രവർത്തിക്കാനും ചെയ്യാനും എല്ലാം. അവൻ്റെ നഷ്ടം എനിക്ക് മാത്രമല്ല, എൻ്റെ 2 മക്കൾക്കും അച്ഛനും എല്ലാം കുടുംബത്തെയും വലിയ നഷ്ടം തന്നെ. ഇന്നും ആ വേദനയിലാണ് ഞങ്ങളെല്ലാവരും ജീവിക്കുന്നത്.
അതാണ് ഈ അമ്മ പറയുന്നത്. നൊന്തുപെറ്റ മകനാണ്. ആ മകനെ 25-ാം വയസ്സിൽ ആ മകൻ നഷ്ടമാകുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ വേദന അത്രമാത്രം വലുതാണ്. ഈ റിജിത്ത് രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, സാമൂഹ്യ രംഗങ്ങളിലൊക്കെ തന്നെ മികച്ച പ്രവർത്തനം നടത്തി. നാടകത്തിലടക്കം അങ്ങനെ ആ രംഗങ്ങളിലടക്കം പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരാളെയാണ് ഈ രീതിയിൽ കൊലപ്പെടുത്തിയത്. 9 RSS BJP പ്രവർത്തകരാണ് ഈ കേസിൽ പ്രതികൾ. 10 പ്രതികളാണുള്ളത്. അതിലൊരാൾ നേരത്തെ വിചാരണയ്ക്കിടെ മരണപ്പെടുകയും ചെയ്തിരുന്നു. പരമാവധി ശിക്ഷ തൂക്കുകയർ, കൊലക്കയർ തന്നെ കൊടുക്കണം എന്നതാണ് ഈ അമ്മയ്ക്ക് പറയാനുള്ളത്. 2005 ആണ് ഈ കേസ് നടക്കുന്നത്. അന്ന് ഈ പറയുന്ന ഒരു ദിവസം രാത്രി 7:45 സുഹൃത്തുക്കളോടൊപ്പം നടന്നു വരുന്ന വഴിക്കാണ് അവനെ, റിജിത്തിനെ, ഈ RSS BJP പ്രവർത്തകർ കൊലപ്പെടുത്തിയത്. ഏതായാലും ആ കേസിൽ ശിക്ഷാവിധി വരാൻ പോകുന്നു. പരമാവധി ശിക്ഷ എന്ന ആവശ്യം ആണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്.